ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്തത് തന്ത്രിയാണ് അകത്താകാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയും വീഴുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു വാദഗതി ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: തന്ത്രിയാണ് എല്ലാത്തിനും മൂലകാരണമെന്നും അന്വേഷണം ശരിയായി പോയാൽ തന്ത്രിയിൽ എത്തുമെന്ന് വെള്ളാപ്പള്ളിയുടെ തുറന്നു പറച്ചിൽ എന്ന് പറയപ്പെടുന്നത് ശ്രദ്ധേയമായി. കഴിഞ്ഞ ദിവസം റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് താൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. എല്ലാത്തിനും മൂലകാരകൻ എന്ന് പറയപ്പെടുന്ന തന്ത്രിയാണ് എന്നും തന്ത്രിയും വീഴുമെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയ പശ്ചാത്തലത്തിലുള്ള ഒരു നടേശന്റെ പ്രതികരണമായിരുന്നു അത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയും ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ശ്രീകോവിൽ വാതിലിൽ അല്ലെങ്കിൽ ആ വാതിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറുന്നതിന് 2019 മെയ് മാസം 18 തയ്യാറാക്കിയ മഹസറിൽ ഒപ്പുവെച്ചവരിൽ കണ്ഠരര് രാജീവരും ഉൾപ്പെടും. അപ്പോൾ ഈ വിവരം ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലും ഇടക്കാല ഉത്തരവിലും ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തെളിവുകൾ പരിഗണിച്ചാൽ തന്ത്രി കണ്ഠരര് രാജീവരെയും പ്രതി ചേർക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതിലേക്ക് തൽക്കാലം അന്വേഷണ സംഘം കടന്നിട്ടില്ല. തന്ത്രിയെ വിശ്വസിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ കട്ടിളയിൽ നിന്ന് 474.9 ഗ്രാം സ്വർണം നഷ്ടമായതും കണ്ടെത്തുകയും ചെയ്യുന്നു. അറ്റകുറ്റപ്പണികൾ, ആ അറ്റകുറ്റപ്പണികൾക്ക് ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് ഉണ്ടായതെന്ന് തന്ത്രി നൽകുന്ന വിശദീകരണം അത് നിലനിൽക്കുമ്പോഴും എന്നാൽ മഹസറിലെ ഒപ്പ് തിരിച്ചടിയാവുകയാണ്. കട്ടിളപ്പാളികളുടെ മഹസറിൽ തന്ത്രിയും മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയും ഉദ്യോഗസ്ഥരായിട്ടുള്ള B മുരാരി ബാബു, D ജയശങ്കർ, R ശങ്കരനാരായണൻ, K സുരൻകുമാർ, CR ബിജുമോൻ, ജീവനക്കാരായിട്ടുള്ള S ജയകുമാർ, PJ രജീഷ്, VM കുമാർ എന്നിവരടക്കം ഒപ്പുവെച്ചിട്ടുണ്ട്. മുരാരി ബാബു അറസ്റ്റിലായി. തന്ത്രി രാജീവരെ SIT കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ അറിയാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റഡിയിലുള്ള ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയും ഈ തന്ത്രിക്ക് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് മുമ്പെയാണ് പോറ്റി കട്ടിളപ്പാളികൾ കൊണ്ടുപോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് ശ്രീകോവിൽ വാതിൽ പുതുക്കിപ്പണിത് വിശ്വാസ്യത പിടിച്ചു പറ്റിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കട്ടിളപ്പാളികൾ കൊടുത്തുവിടുവാനുള്ള നീക്കം എന്ന് പറയപ്പെടുന്നത് 2019 ഫെബ്രുവരി മാസം 16 തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച കത്തിൽ സ്വർണപ്പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ ബോർഡിന് നൽകിയ ശുപാർശയിലാണ് ഇത് ചെമ്പാകുകയും മാർച്ച് 20 അതേപടി തീരുമാനമെടുക്കുകയുമായിരുന്നു. തുടർന്ന് മെയ്യിലാണ് ഇത് ചെന്നൈക്ക് കൊണ്ടുപോയത്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേകം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലോട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബു എന്നിവരുടെയൊക്കെ റിമാൻഡ് കാലാവധി 2 ആഴ്ചത്തേക്ക് കൂടി ദീർഘിപ്പിക്കുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ശക്തമായ തെളിവുകൾ, കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇവരെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അടുത്തത് തന്ത്രിയാണ്. തന്ത്രിയെ കൂടി അകത്താക്കുക എന്നുള്ളത് ലക്ഷ്യമൊന്നുമല്ല. മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് എത്തപ്പെടുന്നു. അതിന്റെ യാഥാർത്ഥ്യം അതാണ്. അയ്യപ്പനെ പൂജിച്ചിരുന്നവർ തന്നെ അയ്യപ്പനെ കക്കാൻ നടത്തിയ ഈ പ്രക്രിയ എന്ന് പറയപ്പെടുന്ന ഒരിക്കലും അനുവദനീയമല്ല എന്ന് പറയപ്പെടട്ടെ. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ പണമാണ് ലക്ഷ്യമെങ്കിൽ അത് നിങ്ങൾക്ക് അധികം ഈ ശബരിമലയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. എന്നിട്ടും വീണ്ടും നിങ്ങൾ അത്യാഗ്രഹമാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ചെയ്തത് അത്രത്തോളം ഹീനമായ കുറ്റകൃത്യമാണ്, ഗൗരവകരമായ കുറ്റകൃത്യമാണ്. നിങ്ങളെ വിശ്വസിച്ച അയ്യപ്പനെ പോലും നിങ്ങൾ പറ്റിച്ചില്ലേ എന്ന് വിശ്വാസി സമൂഹം ചോദിക്കുന്നിടത്താണ് നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച